രാഷ്ട്രീയ പശ്ചാത്തലം എനിക്ക് അദ്ദേഹം ഇവിടെ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹം ഇവിടെ ലേ മരഡിൻ എന്ന ഗൾഫാർ മുഹമ്മദ് അലിയുടെ ഒരു ഹോട്ടലിൽ സെക്യൂരിറ്റി ജീവനക്കാരനായാണ് അദ്ദേഹത്തെ ഞാൻ അറിയപ്പെടുന്നത്. അതിനുശേഷം അവിടെ വന്ന ഏതോ ഒരു കുവൈത്തിയുമായി പരിചയപ്പെട്ട് അദ്ദേഹം കുവൈത്തിലേക്ക് കൊണ്ടുപോവുകയും, അദ്ദേഹം ഇവിടെ പറയുന്നത് രാജകുടുംബമാണെന്നാണ്. ഞാൻ അന്വേഷിച്ചിടത്തോളം സഭാ കുടുംബത്തിൽപ്പെട്ട ആരുടെ വീട്ടിലും അങ്ങനെ ഒരു ഫിലിപ്പ് നിന്നതായിട്ട് അവിടെ രാജകുടുംബവുമായി ബന്ധപ്പെട്ട ആളുകളോട് അന്വേഷിച്ചപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. ഏതൊരു കുവൈത്തിയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല, ധനാഢ്യനാണ് എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. അദ്ദേഹവുമായി ചേർന്ന് മുനമ്പത്ത് ഇതുവരെ ആരും പറയാത്തൊരു വിഷയം, മുനമ്പത്ത് ഈ കുവൈത്തി അവിടെ ഏകദേശം 30ഓളം ഏക്കർ ഭൂമി ഇവരുടെ പേരിൽ പല പല കമ്പനികളിലായി ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1980കളിൽ കേരളത്തിൽ ഒരു ഭയങ്കര ഒരു സംഭവം നടന്നിട്ടുണ്ട്. കെ കരുണാകരൻ മുഖ്യമന്ത്രിയും അഹമ്മദ് സാഹിബ് വ്യവസായ വകുപ്പ് മന്ത്രിയുമായിരുന്ന കാലത്ത് അനഭിമതരായ കുവൈത്തികൾ എന്ന് പറഞ്ഞ് രണ്ടാളുകളെ പറ്റി കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ പണം വിതരണം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാക്കിയ സംഭവം. അതിൻ്റെ തുടർച്ചയാണോ ഈ കുവൈത്തി എന്നും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും. ഇതിൻ്റെ പിന്നിൽ പുറത്തേക്ക് വിഷയം വരാതിരിക്കാൻ വേണ്ടി ബി ജെ പിയുടെ നേതാവായ ഈ ഫിലിപ്പും അദ്ദേഹത്തിൻ്റെ സഹോദരൻ സെബാസ്റ്റ്യൻ ജോസഫ് ഹൈക്കോടതി ഉൾപ്പെടെ ട്രൈബ്യൂണൽ ഉൾപ്പെടെ പല കേസ് നടത്തിക്കുന്ന ആളാണ്. ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഈ സംഭവം അറിഞ്ഞില്ല എന്ന് പറയുന്നതും, അതുമാത്രമല്ല ഒരുപാട് ഷെൽ കമ്പനികൾ ഇവരുണ്ടാക്കിയിട്ടുണ്ട്. ഈ ഷെൽ കമ്പനികളിൽ കോടികളുടെ മറിവാണ് നടന്നിരിക്കുന്നത്. ഇതിനെപ്പറ്റി ഒരു അന്വേഷണവും ഇതുവരെ നടത്തിയിട്ടില്ല. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഏകദേശം 4-5 കമ്പനികളുടെ പേര് ഞാൻ ഇവിടെ പറയാം. അത് അന്വേഷിക്കേണ്ടവർ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന ഇതാണോ, രാജ്യത്തെ നശിപ്പിക്കാനുള്ള പ്രവണതയാണോ എന്നുള്ളതെല്ലാം ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ഇവരും കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് കമ്പനികളുടെ പേരും അതിൻ്റെ ഇതും ഞാൻ പറഞ്ഞു തരാം. ആ കമ്പനികളിലെ ഡയറക്ടർമാരായി അവർ കാണിച്ചിരിക്കുന്നത് ജോസഫ് മാർട്ടിൻ, തയ്യിൽ ജോസഫ് സെബാസ്റ്റ്യൻ എന്നാണ്. ഈ ജോസഫ് സെബാസ്റ്റ്യൻ എന്ന് പറയുന്നത് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മുനമ്പം സംരക്ഷണ സമിതിയുടെ ട്രഷറാണ് അദ്ദേഹം. ഈ ഫിലിപ്പിൻ്റെ സഹോദരനുമാണ്. ഈ കമ്പനികൾക്കെല്ലാം ഒറ്റ ഡോർ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. ഒറ്റ ഡോർ നമ്പർ. ഏകദേശം എത്ര ഹസാബി, റിവൈറ, റിവർ ഫേസ്, റിവർ ബേ എന്നിങ്ങനെയുള്ള കമ്പനിക്ക് അതിൻ്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നത് 3/681 UA എന്ന് പറഞ്ഞാൽ അൺഓതറൈസ്ഡ് ബിൽഡിംഗ് ആണ്. CRZ ബന്ധപ്പെട്ട് അവിടെ നിർമ്മാണത്തിന് ബുദ്ധിമുട്ടുള്ള പ്രദേശമാണ് എന്നതിൻ്റെ പേരിൽ നമ്പർ ഇടാതിരിക്കുകയും അതിനുവേണ്ടി അവർ ഒരു സത്യവാങ്മൂലം എഴുതി കൊടുക്കുകയും എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ പൊളിച്ചു മാറ്റിത്തരാം എന്ന സത്യവാങ്മൂലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്പർ ഇട്ട് കൊടുക്കുകയും ചെയ്ത ബിൽഡിങ്ങുകളാണ് UA അൺഓതറൈസ്ഡ്. ഇത് കൂടാതെ ഈ കമ്പനികൾ കൂടാതെ ഫോർട്ടബീസ ഹോട്ടൽ, ഫോർട്ടബീസ ഹിൽമാൻ സെൻട്രൽ, ഫോർട്ടബീസ ഹിൽമാൻ കൺസൾട്ടൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഗ്രീൻ പാർക്ക് എക്സ്റ്റൻഷൻ ഫോർട്ടബീസ ഹോട്ടൽ ഡൽഹി, ഈ സ്ഥാപനങ്ങളും ഇവരുടെ നടത്തിപ്പിനുള്ളിലാണ്. ഇത്രയും കമ്പനികൾ അവിടെ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത്രയും കമ്പനികൾ പ്രവർത്തിക്കുന്നു എന്നാണ് അവർ ഓൺലൈനിലും ഇതുകളിലും എല്ലാം കാണിക്കപ്പെടുന്നത്. ഇതെല്ലാം ഷെൽ കമ്പനികൾ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഒരൊറ്റ ഡോർ നമ്പറിലാണ് ഇതിൻ്റെ എല്ലാം ലൈസൻസ്. അപ്പം നിങ്ങൾ പറയുന്നത് ഇത് പ്രകാരം ഇതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ വേണമെന്നാണോ പറയുന്നത്? അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കേണ്ടതാണിത്.